കാഞ്ഞിരപ്പള്ളി ടൗണിലെ അനധികൃത പാർക്കിങ്ങിനെതിരെ നിയമ നടപടികളുമായി പോലീസ് അധികൃതർ. ഒരു മാസത്തിനുള്ളിൽ 100ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തതായി പോലീസ് അറിയിച്ചു. ഗതാഗതക്കുരുക്ക് രൂക്ഷമായ കാഞ്ഞിരപ്പള്ളി ടൗണിൽ അനധികൃത പാർക്കിംഗ് നിരോധിക്കണമെന്ന ആവശ്യം ശക്തമായിട്ട് ഏറെ നാളുകളായി. ടൗണിലെ പ്രധാന ജംഗ്ഷനുകളായ കുരിശിങ്കൽ, ബസ് സ്റ്റാൻഡ്, പേട്ടക്കവല എന്നിവിടങ്ങളിലെല്ലാം ഗതാഗതക്കുരുക്ക് രൂക്ഷമാക്കുന്നത് അനധികൃത പാർക്കിംഗാണ്. ഇതൊഴിവാക്കാൻ അധികൃതർ ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളുടെ ഉടമകളുമായി മറ്റും നടത്തിയ ചർച്ചയിൽ റോഡരികുകളിൽ പാർക്കിങ്ങിന് നിശ്ചിത സമയം അനുവദിച്ചിരുന്നു. എന്നാൽ ഈ ആനുകൂല്യം മുതലാക്കി ദേശീയപാതയ്ക്ക് ഇരുവശവും ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളുടെ മുൻവശങ്ങളിലും വാഹനങ്ങൾ അനധികൃതമായി പാർക്ക് ചെയ്യാൻ തുടങ്ങിയതോടെ സ്ഥിതിഗതികൾ വീണ്ടും പഴയ നിലയിലായി. കാഞ്ഞിരപ്പള്ളി ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ മുതൽ പേട്ടക്കവല വരെയുള്ള ഭാഗത്താണ് അനധികൃത പാർക്കിങ്ങുകളിൽ ഏറെയും. ഇതിനെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തമായതോടെ കർശന നടപടികളുമായി പോലീസ് അധികൃതർ രംഗത്തെത്തി. ഇതിനോടകം 72 കേസുകൾ അനധികൃത പാർക്കിങ്ങിന് പോലീസ് രജിസ്റ്റർ ചെയ്തു. ഇതിൽ ഏറെയും 4 വീലർ വാഹനങ്ങൾക്കെതിരെയാണ്. കോടതി നടപടികളിൽ നിന്ന് ഒഴിവായി കിട്ടാൻ പലരും പോലീസ് സ്റ്റേഷനിലെത്തി നേരിട്ട് പിഴയൊടുക്കുകയാണ്. വരും ദിനങ്ങളിൽ നടപടികൾ കൂടുതൽ കർശനമാക്കുമെന്നും പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. ശുചിത്വ മിഷൻ അനുവദിച്ച 1,29,00,000 രൂപ ചെലവാക്കാത്തതിനെ ചൊല്ലിയും കോടിമതയിലെ പച്ചക്കറി മാർക്കറ്റിൽ സ്ഥാപിച്ച ബയോഗ്യാസ് പ്ലാന്റ് ഇതുവരെ പ്രവർത്തനം ആരംഭിക്കാത്തതിൽ പ്രതിഷേധിച്ചും കോട്ടയം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ ബഹളം. അതേസമയം നഗരസഭയുടെ മാലിന്യ സംസ്കരണ പദ്ധതികൾ ദ്രുതഗതിയിൽ പുരോഗമിച്ചു വരുന്നതായി ചെയർമാൻ MP സന്തോഷ് കുമാർ കൌൺസിൽ യോഗത്തിൽ അറിയിച്ചു. അജണ്ടയിലുണ്ടായിരുന്ന 57 വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ് കോട്ടയം നഗരസഭയുടെ സാധാരണ കൌൺസിൽ യോഗം ചേർന്നത്. എന്നാൽ അജണ്ട ചർച്ചയ്ക്കെടുക്കും മുൻപ് കൌൺസിലർ G. ഗോപകുമാർ നഗരസഭ മാലിന്യ സംസ്കരണം കൈകാര്യം ചെയ്യുന്ന രീതിക്കെതിരെ വിമർശനം ഉന്നയിച്ചു. മാലിന്യ സംസ്കരണത്തിനായി ശുചിത്വ മിഷൻ അനുവദിച്ച 1,29,00,000 രൂപ വിനിയോഗിക്കാൻ പോലും നഗരസഭയ്ക്ക് കഴിഞ്ഞില്ലെന്ന് ഗോപകുമാർ ചൂണ്ടിക്കാട്ടി. കോടിമതയിലെ ബയോഗ്യാസ് പ്ലാന്റ് പ്രവർത്തനക്ഷമമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ബയോഗ്യാസ് പ്ലാന്റിനായി തുക അടച്ചവരുടെ പേര് ലിസ്റ്റിൽ ഇല്ലാത്തതും അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. എന്നാൽ മാലിന്യ സംസ്കരണ പദ്ധതികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിച്ചു വരികയാണെന്ന് ചെയർമാൻ MP സന്തോഷ് കുമാർ അറിയിച്ചു. 2013 ഡിസംബർ 31 മുൻപ് 2000 ബയോഗ്യാസ് യൂണിറ്റുകൾ നഗരത്തിലെ വീടുകൾക്ക് നൽകും. 500 പൈപ്പ് കമ്പോസ്റ്റ് യൂണിറ്റുകൾക്ക് ടെൻഡർ നൽകിയിട്ടുണ്ടെന്നും ചെയർമാൻ പറഞ്ഞു. നമ്മുടെ നാട്ടക പ്രദേശവും കുമാരനെല്ലൂർ പ്രദേശത്തും ബാക്കി ബയോഗ്യാസ് പ്ലാന്റ് കൊടുക്കാനുണ്ട്. ആ പ്രദേശത്ത് അടക്കമുള്ളിടത്ത് നമ്മൾ സോഷ്യോ എക്കണോമിക് യൂണിറ്റുമായി സംസാരിച്ചിട്ടുണ്ട്. അവർ ഇതേ റേറ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 4 മാസമാണ് അവരുടെ ആവശ്യത്തിന് നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള സമയം ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 4 മാസം കൊണ്ട് നമ്മുടെ കട്ട് ഓഫ് ടൈം ഡിസംബർ 31 ആ ഡിസംബർ 31 മുമ്പ് 2000 ബയോഗ്യാസ് പ്ലാന്റ് നമ്മളിപ്പോ നടത്തുന്നത് തീർക്കും. നഗരത്തിൽ 200 ബയോഗ്യാസ് പ്ലാന്റുകൾ കൂടി നിർമ്മിക്കുമെന്നും ചെയർമാൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ക്ഷേത്രങ്ങളിൽ നിറപുത്തരി ആഘോഷിച്ചു. ആദ്യ വിളവ് ദൈവസന്നിധിയിലെത്തിച്ച് ഭഗവാന്റെ അനുഗ്രഹം തേടുകയാണ് നിറപുത്തരി ആഘോഷത്തിന്റെ ലക്ഷ്യം. ചടങ്ങുകൾക്കായി ക്ഷേത്രങ്ങളിൽ നിരവധി പേരെത്തി. കാർഷിക സംസ്കാരത്തിന്റെ ഭാഗമായാണ് ക്ഷേത്രങ്ങളിൽ നിറപുത്തരി ആഘോഷിക്കുന്നത്. കർക്കിടക മാസത്തിലാണ് നിറപുത്തരി. തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്നാണ് നിറപുത്തരിക്കുള്ള ദിവസം കുറിക്കുന്നത്. ഭക്തിസാന്ദ്രമായ കർഷകന്റെ മനസ്സും വിളവും ദൈവസന്നിധിയിൽ എത്തിച്ച് അനുഗ്രഹം തേടുകയാണ് നിറപുത്തരി ദിനത്തിൽ ചെയ്യുന്നത്. നിറപുത്തരി ദിവസത്തിന്റെ തലേനാൾ മഹാലക്ഷ്മിയെ ധ്യാനിച്ച് അരിക്കോലം വരയ്ക്കുന്നു. കൊയ്ത്തു കഴിഞ്ഞ് ഭഗവാന് സമർപ്പിക്കുന്ന കതിർക്കുല പൂജിച്ച് ഭക്തർ വാങ്ങും. വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഭഗവത് സാന്നിധ്യം കതിർക്കുല വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ ഉണ്ടാകുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. നെൽകൃഷിയുടെ ആദ്യത്തെ വിളവ് മഹാരാജന് സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ ദേവന്മാർക്ക് സമർപ്പിക്കുന്നു. അതാണ് നിറപുത്തരിയുടെ തന്ത്. ഇവിടെ വന്നിട്ട് രാവിലെ വന്നിട്ട് നേരത്തെ കതിര് കാര്യങ്ങളെല്ലാം തയ്യാറാക്കിക്കൊണ്ടുവന്ന് അമ്പലത്തിൻ്റെ പ്രധാന വാതിക്കൽ വെച്ച് അവിടെ വെച്ച് സമർപ്പിക്കുന്നതായിട്ട് സങ്കല്പിച്ച് വിളക്കും കത്തിച്ച് അവിടെ സമർപ്പിച്ച് അവിടുന്ന് പൂജയോട് വാദ്യമേളങ്ങളോടുകൂടി കൊണ്ടുവന്ന് ക്ഷേത്രത്തിന് ഒരു വലം വെച്ച് അകത്ത് കയറി പൂജ നടത്തി എല്ലാ ദേവന്മാർക്കും സമർപ്പിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ചടങ്ങ്.
ചെറുവള്ളി ശ്രീദേവി ക്ഷേത്രത്തിൽ നടന്ന നിറപുത്തിരി ആഘോഷത്തിന് മേൽശാന്തി CK നാരായണൻ നമ്പൂതിരിയും ചിറക്കടവ് മഹാദേവ ക്ഷേത്രത്തിൽ മേൽശാന്തി ഈശ്വരൻ നമ്പൂതിരിയും കാർമ്മികത്വം വഹിച്ചു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പാലാ സെന്റ് ജോസഫ് എഞ്ചിനീയറിംഗ് കോളേജിലെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ 5 വിദ്യാർത്ഥികൾ ചേർന്നൊരുക്കിയ യന്ത്ര റോറായി മാസം 4-ന് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സാങ്കേതിക ജ്ഞാനം പകർന്നു കൊടുക്കുകയാണ് ലക്ഷ്യമെന്ന് വിദ്യാർത്ഥികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ രാകേഷ് ഖമ്മത്ത്, ജോസഫ് സാജൻ, മിഥുൻ ജോസ്, നിതിൻ KN, വിഷ്ണു VR തുടങ്ങിയവർ പങ്കെടുത്തു. മനുഷ്യ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന വൈദിക കർമ്മമാണ് നോമ്പുകളെന്ന് ഡോക്ടർ N. ജയരാജ് MLA. ത്യജിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നവരായെന്ന യഥാർത്ഥ മതവിശ്വാസികളെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മുസ്ലിം സർവീസ് സൊസൈറ്റി ചാമമതാലിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിശക്കുന്ന സഹജീവിയുടെ മനസ്സറിയുന്നവനാണ് യഥാർത്ഥ മതവിശ്വാസി. ഇഷ്ടമുള്ളത് ത്യജിക്കുമ്പോഴാണ് ത്യാഗം പൂർണ്ണമാകുന്നത്. സഹനത്തിലൂടെ ഈശ്വരനിലേക്ക് അടുക്കാനുള്ള തീവ്രമായ കർമ്മപദ്ധതിയാണ് ഓരോ മതങ്ങളും വച്ചുപുലർത്തുന്ന വ്രതങ്ങളെന്നും കാഞ്ഞിരപ്പള്ളി MLA ഡോക്ടർ N. ജയരാജ് പറഞ്ഞു. ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഏത് വ്രതങ്ങളും ഇവിടെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യനെ മാനസികമായും ശാരീരികമായും ഒരു വലിയ ഒരു പുനഃപ്രക്രിയയിലേക്ക് കൊണ്ടുപോകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. മുസ്ലിം സർവീസ് സൊസൈറ്റി വാഴയൂർ യൂണിറ്റ് സംഘടിപ്പിച്ച ഇഫ്താർ സംഗമത്തിൽ ചങ്ങനാശ്ശേരി വലിയവള്ളി ഇമാം VH അലിയാർ മൗലവി മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം സഹോദരങ്ങൾ അനുഷ്ഠിക്കുന്ന നോയമ്പിനോട് ഇതര മതസമൂഹം കാട്ടുന്ന സ്നേഹമാണ് ഇഫ്താർ വിരുന്നുകളെ മഹത്തരമാക്കുന്നതെന്ന് VH അലിയാർ മൗലവി പറഞ്ഞു. മനുഷ്യത്വത്തിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം മറിച്ച് ഇച്ഛകളെ തടഞ്ഞു നിർത്താനും സ്വാർത്ഥമായ അഭിലാഷങ്ങൾക്ക് കടിഞ്ഞാണിടാനും കഴിയാത്ത ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ അവന്റെ മാനുഷികമായ ഉത്തരവാദിത്വം നിർവഹിക്കാൻ സാധ്യമല്ല. അവന് സമൂഹത്തില് അർത്ഥവത്തായ സഹജീവനത്തിന് സാധ്യമല്ല. വിവിധ മത സാമുദായിക സംഘടനകളുടെ സംയുക്ത സഹകരണത്തോടെയാണ് ചാമമതാലിൽ ഇഫ്താർ സംഗമം നടന്നത്. സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവർ ഒത്തുചേർന്ന സംഗമം മതസാഹോദര്യത്തിന്റെ സന്ദേശമാണ് വിളംബരം ചെയ്തത്. ചാമമതാൽ പള്ളി വികാരി ഫാദർ ജോസ് മാത്യു, ഹാഷി മൗലവി, ജില്ലാ പഞ്ചായത്ത് അംഗം TK സുരേഷ് കുമാർ, തോമസ് വെട്ടുവയലിൽ, കരുണാകരൻ നായർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മണിമല. കൊഴുവനാൽ വിദ്യാഭ്യാസ ജില്ലയിൽ ഉൾപ്പെട്ട പള്ളിക്കത്തോട് പഞ്ചായത്തിലെ തിരഞ്ഞെടുത്ത 8 സ്കൂളുകൾക്ക് വിദ്യാഭ്യാസ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഗ്രാന്റുകൾ വിതരണം ചെയ്തു. സ്കൂൾ ഗ്രാന്റിന്റെ വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് ജോമോൾ മാത്യുവും മെയിന്റനൻസ് ഗ്രാന്റിന്റെ വിതരണം വൈസ് പ്രസിഡന്റ് സതീഷ് ബാബു നിർവഹിച്ചു. പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു. കൊഴുവനാൽ ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ KV പ്രമോദ് കുമാർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കോട്ടയം വെന്നിമല ശ്രീ രാമലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലെ വാവുബലിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. വിശ്വാസികളുടെ തിരക്ക് കണക്കിലെടുത്ത് KSRTC പ്രത്യേക സർവീസ് നടത്തും. മെഡിക്കൽ ടീമിന്റെയും സേവാഭാരതിയുടെയും സേവനം ക്ഷേത്രത്തിൽ ലഭ്യമാകും. 1,00,000-ഓളം തീർത്ഥാടകർ ക്ഷേത്ര സന്നിധിയിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. ദക്ഷിണ അയോധ്യ എന്നറിയപ്പെടുന്ന വെന്നിമല ശ്രീരാമലക്ഷ്മണസ്വാമി ക്ഷേത്രം മധ്യ തിരുവിതാംകൂറിലെ ചരിത്രപ്രസിദ്ധമായ ആരാധനാലയങ്ങളിലൊന്നാണ്. ചേരമാൻ പെരുമാൾ പണി കഴിപ്പിച്ചെന്ന് വിശ്വസിക്കുന്ന ഈ ക്ഷേത്രത്തിൽ പുരാതന കാലം മുതൽക്കേ ബലിതർപ്പണത്തിനായി നൂറുകണക്കിന് വിശ്വാസികൾ എത്തുന്നു. ശ്രീരാമപാദത്തിൽ ഉത്ഭവിക്കുന്ന തീർത്ഥജലം കൊണ്ട് പവിത്രമായതെന്ന് വിശ്വസിക്കുന്ന ശ്രീരാമതീർത്ഥക്കുളത്തിൽ ബലിതർപ്പണം നടത്തിയാൽ ഏറെ ശ്രേഷ്ഠമെന്ന് കരുതുന്നു. കർക്കിടക മാസത്തിലെ അമാവാസി ദിനത്തിൽ നാടിന്റെ നാനാഭാഗത്തുനിന്നും ബലിതർപ്പണത്തിനായി വിശ്വാസികൾ എത്തും. ബലിതർപ്പണത്തിന് വിപുലമായ സംവിധാനങ്ങളാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ഭക്തജനങ്ങളുടെ സൌകര്യാർത്ഥം പുതുപ്പള്ളി, പാമ്പാടി എന്നിവിടങ്ങളിൽ നിന്നും KSRTC പ്രത്യേക സർവീസ് നടത്തും. മെഡിക്കൽ സംഘത്തിന്റെയും സേവാഭാരതിയുടെയും നേതൃത്വത്തിൽ വിവിധ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് ക്ഷേത്രം സെക്രട്ടറി പ്രദീപ് കുമാർ പറഞ്ഞു. അനേകായിരം ഭക്തജനങ്ങളാണ് ഈ കർക്കിടക വാവ് ദിവസം വ്രതമനുഷ്ഠിച്ച് പിതൃതർപ്പണം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ക്ഷേത്ര തീർത്ഥക്കുളത്തിൽ എത്തിച്ചേരുന്നത്. ഈ വർഷം ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ദർശനത്തിനും പിതൃതർപ്പണത്തിനുമായി എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് ദർശനം നടത്തുന്നതിനും അതുപോലെ തന്നെ ബലികർമാദികൾ അനുഷ്ഠിക്കുന്നതിനും വേണ്ട വിപുലമായിട്ടുള്ള സൗകര്യങ്ങൾ ക്ഷേത്ര തീർത്ഥക്കുളത്തിലും അതുപോലെ തന്നെ ക്ഷേത്ര സങ്കേതത്തിലും ക്ഷേത്ര ഭരണസമിതി ഒരുക്കിയിട്ടുണ്ട്. വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വിപുലമായ സൌകര്യവും ഒരുക്കിയിട്ടുണ്ട്. 1,00,000-ലധികം വിശ്വാസികൾ ബലിതർപ്പണത്തിനായി എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പുതുപ്പള്ളി കാഞ്ഞിരത്തുംമൂട് വെയിറ്റിംഗ് ഷെഡ് അപകടാവസ്ഥയിൽ. ഏതു സമയത്തും നിലം പൊത്താവുന്ന അവസ്ഥയിലായ വെയിറ്റിംഗ് ഷെഡ് അടിയന്തരമായി പുനർനിർമ്മിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു.
മണർകാട് പുതുപ്പള്ളി റോഡരികിൽ കാഞ്ഞിരത്തമൂട് ജംഗ്ഷനിൽ 25 വർഷം മുൻപാണ് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വെയിറ്റിംഗ് ഷെഡ് പണിതത്. കാലപ്പഴക്കത്താൽ ജീർണാവസ്ഥയിലായ കെട്ടിടം എപ്പോൾ വേണമെങ്കിലും നിലംപൊത്തുന്ന അവസ്ഥയിലാണ്. തൊട്ടടുത്ത LP സ്കൂളിലെ കുട്ടികൾ ഈ വെയിറ്റിംഗ് ഷെഡിലാണ് കയറി നിൽക്കുന്നത്. വെയിറ്റിംഗ് ഷെഡ് പൊളിഞ്ഞു വീഴുവാൻ തുടങ്ങിയതോടെ കെട്ടിടം അപകടാവസ്ഥയിലാണെന്ന് നാട്ടുകാർ ബോർഡ് സ്ഥാപിച്ചു കഴിഞ്ഞു. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 6ാം വാർഡിൽപ്പെടുന്ന ഈ വെയിറ്റിംഗ് ഷെഡ് പുതുക്കി പണിയുന്നതിന് 1.5 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് അധികൃതർ പറയുന്നുണ്ടെങ്കിലും നടപടിയൊന്നും ഉണ്ടാവുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ആളുകൾ ഇപ്പോൾ തൊട്ടടുത്തുള്ള കുരിശുപള്ളിയുടെ ഷെഡിൽ കയറിയാണ് വണ്ടി കാത്തു നിൽക്കുന്നത്. കുട്ടികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ വാഹനത്തിൽ കയറുന്നതിനായി നിത്യേന എത്തുന്ന ഇവിടെ വെയിറ്റിംഗ് ഷെഡിന്റെ പുനരുദ്ധാരണ പണികൾ ഉടൻ ആരംഭിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. എന്റെയൊക്കെ ചെറുപ്പകാലം തൊട്ടേ ഞങ്ങൾ ഈ വെയിറ്റിംഗ് ഷെഡ് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ജനങ്ങൾ മുഴുവൻ ഇവിടെയാണ് ഇത് ഉപയോഗിച്ചു വരുന്നു. ഇപ്പോൾ ഇത് അപകടാവസ്ഥയിലാണ്. ഇവിടുത്തെ മെമ്പറോട് ചോദിച്ചപ്പോൾ മെമ്പർ പറഞ്ഞു 1.5 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്, അത് മഴ കഴിയാതെ ഇത് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഞങ്ങൾ നാട്ടുകാരായ ആൾക്കാർ ഇത് പൊഴിഞ്ഞ് താഴെ വീണു. ഞങ്ങളിത് അപകടാവസ്ഥയിലുള്ള ബോർഡും കെട്ടി ഞങ്ങളിത് ഇങ്ങനെ വെളിയിൽ ആൾക്കാർക്ക് കയറാത്ത രീതിയിലാക്കി വെച്ചേക്കുന്നു. ഇതിൻ്റെ അധികാരികൾ ഇതിന് വേണ്ട സത്വര നടപടികൾ എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു. അടിയന്തരമായി പണികൾ ആരംഭിക്കാത്ത പക്ഷം സമരപരിപാടികൾ ആരംഭിക്കുവാനുള്ള ഒരുക്കത്തിലാണ് ജനങ്ങൾ. ന്യൂസ് ബ്യൂറോ, മണർകാട്. പത്രമാധ്യമങ്ങളിലെ തലക്കെട്ടുകൾ പ്രാസരൂപേണ അവതരിപ്പിച്ച് എലിക്കുളം മാഞ്ഞുകുളം പുത്തൻവേലിക്കകത്ത് തോമസ് ശ്രദ്ധേയനാകുന്നു. 10,000-ലധികം സ്ഥലനാമങ്ങൾ നിർത്താതെ നിരവധി വേദികളിൽ ഇദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. ഭാഷാപ്രയോഗങ്ങൾ വ്യത്യസ്തതയാർന്ന ഹാസ്യരൂപത്തിൽ അവതരിപ്പിക്കുക എന്നത് എലിക്കുളം മാഞ്ഞുകുളം പുത്തൻവേലിക്കകത്ത് തോമസിന്റെ വിനോദമാണ്. സ്ഥലനാമങ്ങളും ദൈനംദിന ജീവിതത്തിലെ സംഭാഷണങ്ങളും ഹാസ്യരൂപേണ അനായാസം ഇദ്ദേഹം അവതരിപ്പിക്കും. 10,000-ലധികം സ്ഥലനാമങ്ങൾ ഒറ്റശ്വാസത്തിൽ അവതരിപ്പിച്ച് കേൾവിക്കാരെ വിസ്മയിപ്പിച്ച തോമസ് ഇപ്പോൾ പത്രവാർത്തകളിലെ തലക്കെട്ടുകൾ പ്രാസരൂപേണ അവതരിപ്പിച്ച് ശ്രദ്ധേയനാകുന്നു. പത്രവാർത്തകളിലെ 500-ലധികം തലവാചകങ്ങൾ ഇദ്ദേഹം പ്രാസരൂപേണ അവതരിപ്പിക്കും. വർത്തമാന പത്രങ്ങൾ വാർത്തകൾ പ്രസിദ്ധീകരിക്കുമ്പോൾ അതിന്റെ തലക്കെട്ടിലും താഴെ വരുന്ന വാചകങ്ങളിലൊക്കെയും പ്രാസം ഉണ്ടായിരിക്കുന്നത് പത്രക്കാരുടെ നിർബന്ധം. പത്രങ്ങളിൽ വരുന്ന ഏതാനും ചില പ്രാസമുള്ള തലക്കെട്ടുകൾ നിങ്ങൾ സൂചിപ്പിക്കുകയാണ്. പുഴക്കരയിൽ നിന്ന് പഴക്കാരനെ വഴിക്കാരും പഴിച്ചു, മാലിയിലുള്ള ഓലിയിൽ വീട് കാലിയായി, അട്ടപ്പാടിയിൽ കുട്ടിയുടെ മകൾ പൊട്ടിയായി ചട്ടുകാലിയെ 8 കാലി കടിച്ചു, പൂസായിയുടെ ആശാനെ വീശാൻ പോയ ആലീസിനെ പോലീസ് പിടിച്ചു. തലപ്പേരുകൂട്ടി ലളിതഗാനങ്ങളും സംഘഗാനങ്ങളും രചിച്ചിട്ടുള്ള തോമസ് പൊൻകുന്നം ജോർജിയൻസ് കോളേജിലെ ജീവനക്കാരനാണ്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പളികത്തോട് പഞ്ചായത്തിൽ കുടുംബശ്രീ പ്രവർത്തകർക്കായി വികസന ബോധവൽക്കരണ സെമിനാർ നടന്നു. കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതീഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. വിദ്യാസമ്പന്നരെങ്കിലും കേരളീയ വനിതകൾക്ക് പ്രതികരണ സ്വഭാവം കുറവാണെന്നും സതീഷ് ബാബു അഭിപ്രായപ്പെട്ടു. യോഗത്തിൽ പഞ്ചായത്ത് അംഗങ്ങളായ എൻ ഹരി, ചാന്ദ്രി ബാബു, പി മധു, ബാബുക്കുട്ടൻ പ്ലാത്തറ, സുനിൽ കുന്നക്കാട്ട്, മോളി ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. ഈ ഇത്രയും പ്രബുദ്ധരായ ജനങ്ങൾ താമസിക്കുന്ന കേരളത്തിൽ തന്നെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഓരോ ദിവസവും പെരുകിക്കൊണ്ടിരിക്കും. അപ്പം നമ്മുടെ സംഘടന ശക്തിപ്പെടേണ്ടതും അത് ഒരു വൻശക്തിയായി ഒരു കാലഘട്ടത്തിൽ ഒരു വലിയ കൊടുങ്കാറ്റായി വന്ന കുടുംബശ്രീ ഇന്ന് പല തലങ്ങളിലും ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ആ ശക്തി പൂർണ്ണമായി ഉൾക്കൊള്ളാനും എല്ലാവരെയും ഒത്തൊരുമയോട് കൊണ്ടുപോകാനും അത് മറ്റ് സമൂഹത്തിലെ മറ്റ് ആൾക്കാർക്കും മറ്റ് സംസ്ഥാനങ്ങളിലെ ആൾക്കാർക്കും ഒക്കെ മാതൃകയായി മാറാനും ഈ കുടുംബശ്രീ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഈ നാടിൻ്റെ തന്നെ അട്ടലാണ് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള അവസരമായി കണ്ടുകൊണ്ട് എല്ലാ അംഗങ്ങളും, അതായത് നമുക്കറിയാം ഇന്ന് പല രീതിയിൽ നമ്മൾ കുടുംബശ്രീ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ കുടുംബശ്രീയുണ്ട്, ജനശ്രീയുണ്ട്, അതുപോലെ തന്നെ കുടുംബശ്രീയുടെ APL BPL വിഭാഗങ്ങളും മറ്റേ വന്നിട്ടുണ്ട്, അതുപോലെ കുട്ടികളുടെ ബാലസംഘങ്ങളുണ്ട്. ഇതെല്ലാം നമ്മുടെ കുടുംബശ്രീയുടെ കീഴിലുള്ള. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ കൊടുങ്കാറ്റിൽ വ്യാപക നഷ്ടം. അകലക്കുന്നത്ത് വീടിനുമേൽ മരം വീണ് യുവാവ് മരിച്ചു. വീടുകൾ തകർന്നു, കൃഷിനാശവും വ്യാപകം. മതന്യൂനപക്ഷ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് പദ്ധതി പ്രതിസന്ധിയിൽ. ആധാർ കാർഡും ബാങ്ക് അക്കൌണ്ടും നിർബന്ധമാക്കിയത് വിദ്യാർത്ഥികളെ വലയ്ക്കുന്നു. സമയപരിധി നീട്ടണമെന്ന് ആവശ്യം. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നിയമവാഴ്ച അട്ടിമറിക്കുന്നുവെന്ന് LDF. ഉമ്മൻചാണ്ടി രാജിവെക്കും വരെ സമരം. രാപ്പകൽ സമരം 10ാം ദിനത്തിൽ. കാഞ്ഞിരപ്പള്ളി നഗരത്തിൽ മാലിന്യ പ്രശ്നം അതീവ രൂക്ഷം. ബസ് സ്റ്റാൻഡ് ടൗൺ ഹാൾ പരിസരത്ത് മാലിന്യ കുന്ന്. ഗ്രാമപഞ്ചായത്തിനെതിരെ നിയമ നടപടിക്ക് നീക്കം. വാർത്ത അവസാനിക്കുന്നു. നമസ്കാരം.